ഗോവിന്ദൻ മാഷ്, MP റഹീം, മിനിസ്റ്റർ ശിവൻകുട്ടി ഇവരൊക്കെ ജയിലിൽ പോവാൻ പോവുകയാണോ നമ്മുടെ മൊണാലിസയുടെ കല്യാണത്തിൽ പങ്കെടുത്തത് കൊണ്ട്? കുറെ അധികം ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, പഴയ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ആൾക്കാർ അടി ഉണ്ടാക്കുന്നുണ്ട്. സോ എല്ലാവർക്കുമുള്ള ലീഗൽ ക്ലാരിറ്റിയാണ് ഞാൻ തരാൻ പോകുന്നത്. സോ യെസ് ഗൈസ്, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ചൈൽഡ് മാരേജ് നടത്തിക്കൊടുക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത്, അതേപോലെ പങ്കെടുക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്, ജയിലിൽ പോവേണ്ടി വരും ആ നിയമപ്രകാരം. പക്ഷെ അതിൽ തന്നെ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതായത് ഈ കല്യാണം നടത്തിക്കൊടുക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് ഒരു ചൈൽഡ് മാരേജ് അല്ല, ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുമ്പോൾ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഈ പറഞ്ഞ ലീഗൽ ഏജ് ഓഫ് മാരേജ് ക്രോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് അവർ കല്യാണം നടത്തിക്കൊടുക്കുന്നത്. അതിനുശേഷമാണ് മനസ്സിലാക്കുന്നത് ചൈൽഡ് മാരേജ് ആണെങ്കിൽ അവർക്കെതിരെ ഒരു ആക്ഷനും ഉണ്ടാവില്ല തന്നെ നിയമം സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഈ പറയുന്ന കേസിലും ആ പെൺകുട്ടിയും അതേപോലെ തന്നെ ആ പുരുഷനും കുറെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റ്സ് പ്രകാരം 18 വയസ്സിന് മുകളിലാണെന്ന് വിശ്വസിച്ചാണ് ഇപ്പോൾ കേസ് മാർട്ട് എന്തിരിക്കുന്നത്, മാരേജ് സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ പങ്കെടുത്ത ആളുകളും അത് തന്നെയായിരിക്കും വിശ്വസിച്ചിട്ടുണ്ടാവുക. സോ ഇനി കേസൊക്കെ വന്നാൽ പോലും ജഡ്ജ്മെന്റ് ഒക്കെ വരുമ്പോൾ പൊളിറ്റീഷ്യൻസിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആ ഡോക്യുമെന്റ് ഫോർജാണോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സഹിക്കാൻ പോകുന്നത് ആ പെൺകുട്ടിയും ആ പുരുഷനുമാണെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സോ ഈ കാര്യം ക്ലിയർ ആയില്ലേ? ഇങ്ങനെ നിയമങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് അറിയാൻ ജസ്റ്റ് ഫോളോ ലോയർ ബ്രോ.